എല്ലാവർക്കും നമസ്കാരം. ഹാപ്പിനെസ് ജോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും പ്ലെയിൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലെയിനിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ പാറാട പറക്കുന്ന മാതിരി പറക്കുന്ന ഒരു പ്ലെയിനാണ്. ഇതിൻ്റെ വിങ്സൊക്കെ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് പറക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പേപ്പർ നടുമടക്കണം. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പർ എടുത്താണിത്. പക്ഷേ അത് ഏറ്റവും കനം കുറഞ്ഞ പേപ്പർ എടുക്കുന്നതാണ് ഏറ്റവും നല്ല, എന്നാലേ ശരിക്കും പറക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ പകുതി വീണ്ടും തിരിച്ച് മടക്കാം. അപ്പോൾ ഈ മടക്കുമ്പോഴൊക്കെ കറക്റ്റ് പേപ്പർ അലൈനായിട്ട് വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറക്കില്ല. പിന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് മടക്കാം. ഇപ്പോൾ ഒരു പേപ്പറിനെ നമ്മൾ 4 കഷ്ണമായിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വിശറിയുടെ മടക്കുമാതിരി ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയഗണലായിട്ട് നമുക്ക് ഇങ്ങനെ മടക്കണം. അതായത് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് നമുക്ക് മടക്കണം. ഇത് ഇത്തിരി റിസ്ക്കാണ് മടക്കാനായിട്ട്, കറക്റ്റായിട്ട് ആ പോയിന്റിൽ കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു സ്കെയിൽ വെച്ചിട്ട് ആദ്യം ഒരു പാട് ഇട്ടതിന് ശേഷം മടക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ചെയ്ത് അത് പ്രാക്ടീസ് ആവും. അപ്പുറത്തെ സൈഡ് ഇതേമാതിരി തന്നെ നമുക്ക് മടക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം ഈ പഴയ ചെയ്തതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് മടക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കോർണർ ടു കോർണർ കിട്ടും. ഇനി ഇപ്പുറത്തെ കോർണറിൽ നിന്ന് നമുക്ക് ഈ സൈഡിലേക്കായിട്ട് മടക്കി വയ്ക്കുക. അതും കറക്റ്റായിട്ട് ഇവിടെ ലൈനായിട്ടുള്ള രീതിയിൽ മടക്കണം. അങ്ങനെ നല്ലോണം മടക്കി പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പുറത്തെ സൈഡും അതേമാതിരി തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് മടക്കി വയ്ക്കാം. ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരിക. ഈ മടക്കമുള്ള ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ബാക്കിലേക്കായിട്ട്, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ആ കോർണർ മുട്ടിക്കണം. കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ പിടിച്ചതിന് ശേഷം ഇത് വൃത്തിയായിട്ട് മടക്കണം. ഇവിടെ ചുളിയാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പയ്യെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഈ കോർണറിൽ നിന്ന് ഇപ്പുറത്തെ കോർണറിലേക്ക് മടക്കണം. അപ്പോൾ അത് മടക്കുമ്പോൾ അത് ഇത്തിരി ടൈറ്റ് ആവും. അപ്പോൾ ആദ്യം ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മടക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് ബെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോർണർ ടു കോർണർ മുട്ടിച്ച് വെച്ചതിന് ശേഷം നല്ലോണം മടക്കി പ്രസ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും ആ കോർണർ ഇപ്പുറത്തെ കോർണറിലേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് മടക്കുക. അപ്പോൾ അതേപോലെ തന്നെ ബെൻഡ് ചെയ്തിട്ട് പിന്നെ മടക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മടക്കിയതില്ലേ, ഈ ഭാഗം അപ്പുറത്തേക്ക് തിരിച്ച് മടക്കണം. അപ്പോൾ ആ ജോയിൻറ്റിൻ്റെ അവിടെയായിട്ടാണ് നമ്മൾ മടക്കുക. നമ്മൾ ആ ജോയിൻറ്റിൻ്റെ അവിടെ കൃത്യമായിട്ട് മടക്കി നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് തിരിച്ച് വയ്ക്കാം. ഇത് തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗം തിരിച്ച് ബാക്കിലേക്ക് ഒന്നുകൂടി മടക്കണം. അതും കറക്റ്റായിട്ട് നമ്മൾ മടക്കി നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് പകുതി മടക്കുക ബാക്കിലേക്ക്. അപ്പോൾ ബാക്കിലേക്ക് മടക്കുന്ന സമയത്ത് ഈ 2 ചിറകിൻ്റെയും മൂലകൾ കറക്റ്റായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. ഒരേ സ്ഥലത്ത് തന്നെ ഒരേ പൊസിഷനിൽ തന്നെ വെച്ച് കറക്റ്റ് 2 മൂലയും ഒരേമാതിരി വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും തിരിച്ച് മടക്കണം. 2 സെൻറ്റി ആ താഴത്തെ ഭാഗത്തു നിന്ന് 2 സെൻറ്റിമീറ്റർ മുകളിലേക്കായിട്ട് വീണ്ടും തിരിച്ച് മടക്കുക. അത് നീളണ കറക്റ്റായിട്ട്
മടക്കി കൊടുക്കുക. അതിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെ തിരിച്ച് മടക്കുക. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ 2 വിങ്സും ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മടക്കാനായിട്ട്. ആ വിങ്സിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറക്കണതിൽ വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റായിട്ട് വിങ്സ് വെച്ച് മടക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ പ്ലെയിന് ശരിയായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള സൈഡിലായിട്ട് മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇറുക്കിലെടുത്തിട്ട് നമ്മുടെ പ്ലെയിൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ എവിടേക്കെങ്കിലും ചെരിവുണ്ടെങ്കിൽ അത് നമ്മൾ ലെവലായിട്ട് വെക്കുക. അപ്പോൾ ആ ലെവലായിട്ട് വെച്ച ആ ഇറുക്കിലിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷനാണ് ഈ പ്ലെയിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ പിടിച്ചിട്ട് നമ്മൾ എറിയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.